അപ്പോളോ ദൗത്യങ്ങൾക്ക് ശേഷം മനുഷ്യൻ്റെ യാത്രകൾ ഭൂമിയോട് ചേർന്നുള്ള ഭ്രമണപഥങ്ങളിൽ ഒതുങ്ങിയിരുന്നു. എന്നാൽ ഇനി അത് അങ്ങനെയല്ല. ചന്ദ്രനിലേക്കും വിദൂര ഗ്രഹങ്ങളായ ചൊവ്വയിലേക്കും മനുഷ്യനെ വഹിച്ചുകൊണ്ടു പോകുവാൻ കഴിവുള്ള ഒരു പുതിയ ബഹിരാകാശ പേടകം അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ രൂപപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ഒറിയോൺ ബഹിരാകാശ പേടകം. മനുഷ്യൻ്റെ ആഴത്തിലുള്ള ബഹിരാകാശ പര്യവേഷണങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഈ അത്യാധുനിക പേടകത്തിന് എന്താണ് ഇത്ര വലിയ പ്രാധാന്യം? അപ്പോളോ കാലഘട്ടത്തിലെ പേടകങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഒറിയോണും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് പ്രധാനമായും ഒരു ക്യാപ്സ്യൂൾ പോലെയാണ്. എന്നാൽ അപ്പോളോ പേടകങ്ങളെക്കാൾ വലുതും കൂടുതൽ ശേഷിയുമുള്ളവയാണിവ. ഒറിയോണിൽ 4 ബഹിരാകാശ സഞ്ചാരികളെ വരെ വഹിക്കുവാനായി സാധിക്കും. 10 മടങ്ങ് കൂടുതൽ ശേഷിയുള്ള ലൈഫ് സപ്പോർട്ട് സംവിധാനവും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ബഹിരാകാശത്ത് ആഴ്ചകളോളം ഒറ്റയ്ക്ക് നിലനിൽക്കുവാനുള്ള കഴിവും ഇവയ്ക്കുണ്ട്. ഒറിയോൺ ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം മനുഷ്യനെ ചന്ദ്രനിലേക്ക് കൊണ്ടുപോവുക, ചന്ദ്രനിൽ ബേസ് ക്യാമ്പുകൾക്ക് സാധനങ്ങൾ എത്തിക്കുക, ഒടുവിൽ ചൊവ്വയിലേക്കുള്ള ദീർഘദൂര യാത്രകൾക്ക് ഒരു സുരക്ഷിത വാഹനം ഒരുക്കുക എന്നിവയാണ്. ഒറിയോൺ പേടകത്തിന് പ്രധാനമായും 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമതായി ക്രൂ മോഡ്യൂൾ. ബഹിരാകാശ സഞ്ചാരികൾ ഇരിക്കുന്ന ഭാഗമാണിത്. വിക്ഷേപണ സമയത്തും ഭൂമിയിലേക്കുള്ള മടക്കയാത്രയിലും ജീവനക്കാർക്ക് ഇത് സംരക്ഷണം നൽകുന്നു. രണ്ടാമതായി ESM അഥവാ യൂറോപ്യൻ സബ്യൂസ് മോഡ്യൂൾ. ഇതാണ് ഒറിയോണിൻ്റെ എഞ്ചിൻ റൂം. യൂറോപ്യൻ സ്പേസ് ഏജൻസി നിർമ്മിച്ച ഈ ഭാഗമാണ് പേടകത്തിന് ഇന്ധനവും വൈദ്യുതിയും വെള്ളവും ഓക്സിജനും തുടങ്ങിയവ നൽകുന്നത്. കൂടാതെ ബഹിരാകാശത്ത് പേടകത്തെ നിയന്ത്രിക്കുന്ന പ്രധാന എഞ്ചിനുകളും ഇവിടെയാണ്. മൂന്നാമതായി ലോഞ്ച് അബോർട്ട് സിസ്റ്റം അഥവാ LAS. വിക്ഷേപണ സമയത്ത് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ സഞ്ചാരികളെ വഹിച്ചുള്ള ക്യാപ്സ്യൂളിനെ റോക്കറ്റിൽ നിന്നും വേർപെടുത്തി സുരക്ഷിതമായി രക്ഷപ്പെടുത്തുവാനുള്ള സംവിധാനമാണിത്. ചന്ദ്രനിലേക്കുള്ള യാത്ര എന്നത് ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്നും വളരെ അകലെയാണ്. ഇത് ഒറിയോൺ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായ ബഹിരാകാശ റേഡിയേഷന് കാരണമായി മാറുന്നു. ഭൂമിയുടെ കാന്തിക മണ്ഡലം നമ്മെ റേഡിയേഷനിൽ നിന്നും സംരക്ഷിക്കുന്നു. എന്നാൽ പക്ഷേ ചന്ദ്രനിലേക്കുള്ള യാത്രയിൽ ഈ സംരക്ഷണം ഏതാണ്ട് പൂർണ്ണമായി തന്നെ നഷ്ടമാകുന്നു. ഒറിയോണിൻ്റെ രൂപകൽപ്പനയിൽ സഞ്ചാരികളെ അപകടകരമായ സോളാർ ഫ്ലെയറുകളിൽ നിന്നും ഗലാക്റ്റിക് കിരണങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാനുള്ള കവചങ്ങളും പ്രത്യേക റേഡിയേഷൻ ഷെൽട്ടറുകളും ഒരുക്കിയിരിക്കുന്നു. കൂടാതെ പേടകത്തിലെ കമ്പ്യൂട്ടറുകൾ കഠിനമായ താപനില വ്യതിയാനങ്ങളെ അതിജീവിക്കുവാൻ കഴിവുള്ളവയും ബഹിരാകാശത്തുള്ള മാലിന്യങ്ങളുമായി കൂട്ടിയിടികളെ ഒഴിവാക്കുവാനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയുമാണ്. ആർട്ടമിസ് ദൗത്യത്തിൻ്റെ നെടുംതൂണ് ഒറിയോണാണ്. ആർട്ടമിസ് 1 ആളില്ലാത്ത ഒറിയോൺ പേടകം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തുകയും അതിൻ്റെ പ്രകടനക്ഷമത തെളിയിക്കുകയും ചെയ്തു. ആർട്ടമിസ് 2 ദൗത്യത്തിൽ മനുഷ്യനെ വഹിച്ചുകൊണ്ട് ചന്ദ്രനെ ചുറ്റി മടങ്ങിയെത്തുന്നു. ആർട്ടമിസ് 3 മനുഷ്യനെ ചന്ദ്രനിലേക്ക് കൊണ്ടുപോകുന്നതും ഒടുവിൽ അവരെ സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരികെ എത്തിക്കുന്നതും ഒറിയോൺ ആയിരിക്കും. ചന്ദ്രനിൽ ബേസ് ക്യാമ്പുകൾ സ്ഥാപിക്കുന്നതും ഗേറ്റ്വേ സ്പേസ് സ്റ്റേഷനുകൾ എന്നിവ സ്ഥാപിക്കുന്നതുമെല്ലാം ഒറിയോൺ ഒരു വലിയ പ്രധാന പങ്കും വഹിക്കുന്നു. ഇതൊരു ചരിത്രപരമായ ദൗത്യമാണ്. കേവലം ഇത് വെറുമൊരു ബഹിരാകാശ പേടകമല്ല, മറിച്ച് മനുഷ്യൻ്റെ സാഹസികതയുടെയും ആഴത്തിലുള്ള ബഹിരാകാശത്തിലേക്ക് പോകുവാനുള്ള നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രതീകമാണ്. ചന്ദ്രനിലേക്കുള്ള നമ്മുടെ യാത്രയും മടക്ക യാത്രയുമെല്ലാം ചൊവ്വയിലേക്കുള്ള മനുഷ്യൻ്റെ ആദ്യ യാത്രയുടെ ചവിട്ട് പടിയുമായിരിക്കും. അപ്പോൾ
ഒറിയോണിനെക്കുറിച്ചുള്ള ഈ കൊച്ചു വീഡിയോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപായി നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനായി സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണമെന്നും പറ്റുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.